യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ പറയണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. So I have been studying, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. and it is a very long chapter, long book, and we have in our Bible studies done the upper room part only. ഇതൊരു ഒരുപാട് വലിയൊരു പുസ്തകമാണ്. യോഹന്നാന്റെ സുവിശേഷം മാളികമുറിയിലെ കർത്താവിന്റെ പ്രസംഗത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. But the rest of the book of John we still have to dive deep. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. So I'm not going from John chapter 1 today. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമല്ല ഇന്ന് പറയാനായിട്ട് പോകുന്നത്. In the will of the Lord, I'd like to meditate together with you from John chapter 4. ദൈവഹിതമായാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Let us all turn our attention to John chapter 4, and we will read from verse 43 to 54. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. I will read in English, and I would request some young brother to help uncle in reading in Malayalam. ഇപ്പോഴത് ഇംഗ്ലീഷിൽ വായിക്കും. അതിനുശേഷം ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള യുവ സഹോദരന്മാർ ആരെങ്കിലുമോ മൈക്ക് ഉപയോഗിച്ച് ആ ഭാഗം വായിക്കുന്നതായിരിക്കും. I'm reading from the New King James. ന്യൂ കിങ് ജെയിംസ് വേർഷനിലാണ് വായിക്കുന്നത്. John chapter 4 verse 43. യോഹന്നാൻ 4:43. Now after the 2 days he departed from there and went to Galilee, for Jesus himself testified that a prophet has no honor in his own country. So when he came to Galilee, the Galileans received him, having seen all the things he did in Jerusalem at the feast, for they also had gone to the feast. So Jesus came again to Cana of Galilee, where he had made the water wine. And there was a certain nobleman whose son was sick at Capernaum. When he heard that Jesus had come out of Judea into Galilee, he went to him and implored him to come down and heal his son, for he was at the point of death. Then Jesus said to him, "Unless you people see signs and wonders, you will by no means believe." The nobleman said to him, "Sir, come down before my child dies." Jesus said to him, "Go your way, your son lives." So the man believed the word that Jesus spoke to him, and he went his way. And as he was now going down, his servants met him and told him, saying, "Your son lives." Then he inquired of them the hour when he got better. And they said to him, "Yesterday at the 7th hour the fever left him." So the father knew that it was the same hour in which Jesus said to him, "Your son lives." And he himself believed, and his whole household. This again is the second sign Jesus did when he had come out of Judea into Galilee. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജ്യഭൃത്യൻ കഫർനഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്തിൽ നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്ന് തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, "നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല" എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, "കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ" എന്ന് പറഞ്ഞു. യേശു അവനോട്, "പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ്, "മകൻ ജീവിച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, "ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി" എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ച് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. Let us just look to the Lord in a word of prayer. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. Our Father, we thank you for the reading of thy word. We thank thee that thy word is rich and powerful, sharper than the two-edged sword, and is, O Lord, able to reprove us, to correct us, to instruct us, and to lead us in the path of righteousness. We pray for thy guidance. We pray for the power of thy Spirit
that thou would expound thy word to us. Use thy servant as thy mouthpiece and allow me to speak only what thou wants me to. Pray for dear uncle, thou would give him much grace in translating. Pray for each and every person who is hearing, including us, that we would hear, that we would listen, that we would obey and submit our lives to thy word. Thank you, Lord, for all thou hast done for us. Feed us richly, Lord, today we pray. We ask in the precious name of our Lord and Savior Jesus Christ. ആമേൻ. The Gospel of John is a very special gospel out of all the 4 gospels. 4 സുവിശേഷങ്ങളിൽ വെച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ. It is very different from the other 3 gospels. മറ്റ് 3 സുവിശേഷങ്ങളെക്കാളും അത് വ്യത്യസ്തവുമാണ്. What is different in the Gospel of John? ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള പ്രത്യേകത, വ്യത്യാസം എന്താണ്? Can you say one thing that is different? And I would request the Sunday school children and the youngsters, the old people, I know that they know it. So I would request the others to പ്രായമുള്ളവരല്ലാതെ ഇവിടുത്തെ യുവാക്കന്മാർ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മറ്റു സുവിശേഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസം. Don, can you share this? All right, the Gospel of John is a gospel that has a very specific purpose mentioned in it. യോഹന്നാന്റെ സുവിശേഷത്തിന് വളരെ പ്രത്യേകമായ ഒരു ഉദ്ദേശ ലക്ഷ്യം ആ സുവിശേഷം എഴുതുമ്പോൾ ആ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. And everything in the Gospel of John is geared up to fulfilling that purpose. യോഹന്നാൻ ആ എഴുതുമ്പോൾ തന്റെ ഉദ്ദേശം നടപ്പാക്കാൻ വേണ്ടി, സാധിക്കാൻ വേണ്ടിയാണ് ആ സുവിശേഷം താൻ എഴുതിയിട്ടുള്ളത്. So what is written in the Gospel of John? What is the purpose of the Gospel of John? യോഹന്നാന് ശേഷം എഴുതിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? Turn to the chapter 20. 20-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. Gospel of John, chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. And we will read verse 30, the last verse. അതിന്റെ അവസാനത്തെ വാക്യം, 30-ാമത്തെ വാക്യം വായിക്കാം. This is what is written. And truly, Jesus did many other signs in the presence of his disciples, which are not written in this book. But these are written that you may believe that Jesus is the Christ, the Son of God, and that believing you may have life in his name. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. So what is the purpose of the Gospel of John? ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ്? Now can you tell me? ഇപ്പൊ പറയാൻ പറ്റുമോ? What is the purpose of the Gospel of John? Yes, these are written that you may believe that Jesus is the Christ. ഈ സുവിശേഷം എഴുതിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് യേശു തന്നെ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. And he is the Son of God. അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്. And when you believe in him, and if you believe in him, you will have eternal life. നിങ്ങൾ അവനിൽ വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. So it is for this purpose that John has carefully selected very few miracles that the Lord Jesus did. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം എഴുതുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളൊന്നും താൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താൻ തെരഞ്ഞെടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അതിന്റെ കാരണം യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടേണ്ടതിനും വിശ്വസിക്കേണ്ടതിനുമാണ്. Written so that you may believe and so that he may prove one thing. ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് വിശ്വസിക്കണം, ഈ ഒരു കാര്യം അങ്ങനെ തെളിയിക്കപ്പെടണം. So from John chapter 1 to 4, the author, the Apostle John, is building up this same theme. അതിന്റെ 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെയുള്ള ആ ഭാഗങ്ങളിൽ യോഹന്നാൻ ഈ തീം അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. And up to chapter 4, John is introducing 3 different types of beliefs. 4-ാം അധ്യായത്തിന് ശേഷം 3 പ്രത്യേക, Up till chapter 4. 4-ാം അധ്യായം വരെ 3 തരത്തിലുള്ള വിശ്വാസങ്ങളെയാണ് യോഹന്നാൻ അവിടെ വെളിപ്പെടുത്തുന്നത്. Yes, I will. 3 kinds of belief. 3 തരം വിശ്വാസങ്ങൾ. So the first kind of belief is a belief that needs fulfillment. 1-ാമത്തെ തരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നിവർത്തിക്കപ്പെടേണ്ടുന്ന വിശ്വാസം. Yeah, don't mind my Malayalam translation. That is AI generated. Uncle's translation will be better. നാടൻ ഭാഷയായിരിക്കും എൻ്റെ. So the first category is belief that needs fulfillment. 1-ാമത്തെ തരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നിവർത്തിക്കപ്പെടേണ്ടുന്നതാണ്, സാധിക്കേണ്ടുന്നതാണ്. This is the
simplest kind of belief, and this is the deepest kind of belief. ഇത് ഏറ്റവും ലളിതമാണ്, അതേസമയം ഇതിന് ഏറ്റവും അഗാധമായിട്ടുള്ള ഒരു തരം വിശ്വാസമാണ്. People in this category, they don't require any miracles. ഈ തരത്തിലുള്ള വിശ്വാസികൾക്ക് അത്ഭുതങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. They don't require any signs or wonders or anything. അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും അവർക്ക് ആവശ്യമില്ല. Only they need to see the fulfillment of what was promised long ago. മുൻപ് പുരാതന കാലത്ത് തന്നെ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ട് നടപ്പായി എന്നുള്ളത് കണ്ടാൽ മാത്രം മതി അവർക്ക്. Two examples of this are Simeon and Anna, who were in the temple. Anna and Simeon. ശിമയോനും ഹന്നയും അവര് ദൈവാലയത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർ അതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ്. When they saw the baby Jesus being brought to the temple, immediately they were filled with the Spirit and they recognized who this person is. ശിശുവായ യേശുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവര് രണ്ടുപേരും കണ്ടിട്ട് ഇത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് നിവൃത്തി എന്ന് അവർക്ക് ബോധ്യമായി. Zechariah and Elizabeth, they understood even before the Lord was born who this person is going to be. സെഖര്യാവും എലിസബത്തും കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജനിക്കാൻ പോകുന്ന ആൾ ആരാണെന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. John the Baptist, he proclaimed about the Lord without seeing any miracle, without seeing anything else. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കുറിച്ച് താൻ പ്രസംഗിച്ചത് കർത്താവിനെ കാണുകയോ അവന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തതിനു ശേഷമല്ല. The disciples of John the Baptist, all that they heard was their master John the Baptist say, "Behold the Lamb of God that takes away the sin of the world," and they left everything and followed Jesus. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ ആകെ കേട്ടത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള യോഹന്നാന്റെ സാക്ഷ്യമാണ്. അത് കേട്ടിട്ട് അവര് ദൈവ കുഞ്ഞാടിനെ യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. So all that they needed was to see some fulfillment of scripture and they believed. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായിരുന്നത് തിരുവെഴുത്തുകളിലെ ചില നിവൃത്തികൾ, ചില നടപ്പാക്കലുകൾ മാത്രമായിരുന്നു. There is a second category of people, എന്നാൽ രണ്ടാമത് വേറൊരു കൂട്ടം ആളുകളുണ്ട്. a second type of belief that needs a little bit more. ഈ രണ്ടാം തരത്തിലുള്ള ആളുകളുടെ വിശ്വാസത്തിന് ഇത്തിരി കൂടി കൂടുതൽ ആവശ്യങ്ങളുണ്ട്. They need some new revelation. അവർക്ക് ചില പുതിയ വെളിപ്പെടുത്തലുകളും കൂടി വേണം. It's more complicated than the first category. ആദ്യത്തെ ആളുകൾ വളരെ ലാളിത്യമുള്ളവരാണെങ്കിൽ ഇത് ഇത്തിരിയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. And their unbelief is a little bit more deeper. ഇവരുടെ അവിശ്വാസം അല്പം കൂടെ ആഴമുള്ളതാണ്. Yes, these people are those who had some partial view of Christ. ഇവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഭാഗികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും അറിവുകളുമുണ്ട്. An example of these is the Samaritans. ശമരിയക്കാരാണ് അതിന്റെ ഒരു ഉദാഹരണം. So they had some idea about a person called Messiah is coming. ഈ ശമരിയക്കാരെ സംബന്ധിച്ചിടത്തോളം മശിഹ എന്ന് പറഞ്ഞ ഒരാൾ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. The Samaritans hated the Jews very much. ഈ ശമരിയക്കാര് യഹൂദന്മാരെ അങ്ങേയറ്റം വെറുത്തിരുന്നവരാണ്. The Jews also hated the Samaritans. യഹൂദന്മാർ ശമരിയരെയും വെറുത്തിരുന്നു. If you look at the map of Israel, ഇസ്രായേലിന്റെ ആ ഭൂപടം നോക്കിയാൽ on the north you have, if you draw a straight line, on the north you have Galilee. അതിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഗലീലയുണ്ട്. In the middle you have Samaria. മധ്യഭാഗത്തായിട്ട് ശമരിയുണ്ട്. And in the south you have Judea. തെക്ക് ഭാഗത്തായിട്ട് Judea. യഹൂദദേശമുണ്ട്. Yeah. Galilee, Samaria, Judea. Keep that in your mind. ഗലീലി, ശമരിയ, യഹൂദദേശം. And for the Jews to go from Judea to Galilee, instead of going through Samaria, they would go all around. യഹൂദന്മാർക്ക് യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോകണമെങ്കിൽ ശമര്യ വഴി പോകാതെ ചുറ്റിക്കറങ്ങിയാണ് പോവുക. That much they hated the Samaritans. അത്രമാത്രം ശമര്യരോട് അവർക്ക് വിരോധമുണ്ടായിരുന്നു. But in John chapter 4, in the beginning you see Jesus needed to go through Samaria. എന്നാൽ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ശമര്യയിൽ കൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യം. He intentionally went there so that he could win a whole city. മനഃപൂർവ്വമായിട്ട് തന്നെ കർത്താവ് ശമര്യ വഴി യാത്ര പോയി ആ ഒരു പട്ടണത്തെ അങ്ങനെ തനിക്ക് നേടാനായിട്ട് സാധിച്ചു. And there at a well of Sychar he met a woman. അവിടെ Sychar. മലയാളത്തിൽ എങ്ങനെ ഈ പറഞ്ഞ കിണറ്റിൻകരയിൽ വെച്ച് ഒരു ശമര്യ സ്ത്രീയെ കർത്താവ് കണ്ടു. And he told her who she is and he told her who he is. She told her. The Lord കർത്താവ് തന്നെ അവളോട് അവൾ ആരാണെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ അവളോട് താൻ ആരാണെന്നും പറഞ്ഞു. And she said, "Sir, I think that you are a prophet." ഉടനെ തന്നെ ഇത് കേട്ടിട്ട് ആ ശമര്യ സ്ത്രീ പറഞ്ഞു, യജമാനെ നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു. And then he explained to her who he really is. അതിനുശേഷം കർത്താവ് അവളോട് വിശദീകരിച്ചു കൊടുത്തു താൻ ആരാണ് എന്നുള്ളത്. She believed. അവൾ വിശ്വസിച്ചു.
The Lord Jesus did not do any miracle, any wonder, any sign. അവിടെ നമ്മുടെ കർത്താവ് ഒരു അത്ഭുതങ്ങളും ചെയ്തില്ല, ഒരു അടയാളങ്ങളും കാണിച്ചില്ല. She went and told the message to the rest of the city. ഇതെല്ലാം കേട്ടതിന് ശേഷം അവള് പോയിട്ട് പട്ടണക്കാരോട് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. And read verse 40, chapter 4 and verse 40. 4-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിക്കുക. So when the Samaritans had come to him, they urged him to stay with him, and he stayed there 2 days. And many more believed because of his own word. എടുത്തു കിട്ടിയവരുണ്ടെങ്കിൽ വായിക്കാം. Chapter 4, verse 40 and 41. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു, തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ടു വിശ്വസിച്ചു. They believed because of his own word. അവന്റെ വാക്ക് കേട്ടിട്ട് അവർ വിശ്വസിച്ചു. Did the Lord Jesus do any signs? ഇവിടെ എന്തെങ്കിലും അടയാളങ്ങൾ കർത്താവ് ചെയ്തോ? Did the Lord do any miracles there? വല്ല അത്ഭുതങ്ങളും കർത്താവ് അവിടെ ചെയ്തോ? Nothing. ഒന്നും ചെയ്തില്ല. They only needed his word and they believed it. അവർക്ക് ആകെ ആവശ്യമായിരുന്നു അവന്റെ വാക്കുകളായിരുന്നു, അവന്റെ വചനം അവർ കേട്ടു, അവർ വിശ്വസിച്ചു. All that they needed was his word of authority, and they saw that his word had that sort of supernatural authority. ആധികാരികമായിട്ടുള്ള അവന്റെ വചനം മാത്രമായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള. ആ വചനം കേട്ടിട്ട് ഇത് ഇത് അസാധാരണമാണ്, അഭൗമമാണെന്നുള്ള ബോധ്യത്തിൽ അവർ വിശ്വസിച്ചു. This was a first hand encounter with the living word of God. ദൈവവചനവുമായിട്ടുള്ള ആദ്യമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടലായിരുന്നു അത്. They believed. അവർ വിശ്വസിച്ചു. The third category of unbelief is a much deeper kind of unbelief. 3-ാം തരം അവിശ്വാസം എന്നുള്ളത് വളരെ കുറച്ചും കൂടി ആഴത്തിലുള്ള അഗാധമായിട്ടുള്ള വിശ്വാസമാണ്. അവിശ്വാസമാണ്. This is the belief that actually needs proof. ഇങ്ങനെ ഇവർക്ക് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം അവർക്ക്. I would call it like this: believing without believing. വിശ്വസിക്കാതെ വിശ്വസിക്കുക. Yes, that is the sort of unbelief that the people in Galilee had. ഈ ഗലീലയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ അതായിരുന്നു, വിശ്വസിക്കാതെ വിശ്വസിക്കുന്ന ഒരവസ്ഥ. They would not believe unless they see signs and wonders and miracles. അടയാളങ്ങളും അത്ഭുതങ്ങളും അങ്ങനെയുള്ളത് കാണാതെ അവർ വിശ്വസിക്കത്തില്ല. In John chapter 2, we read the popularity of the Lord Jesus was increasing in Jerusalem. യെരുശലേമിൽ കർത്താവ് കൂടുതൽ പ്രസിദ്ധനായി എന്നുള്ളത് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. Turn to John chapter 2 and verse 23. 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. John chapter 2 verse 23 and 24. 23-24 വാക്യങ്ങൾ. പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെ തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. Yeah, can you read the next verse also, uncle? മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. Yes, many people saw his signs and wonders in Jerusalem, talking about the people of Galilee. ഗലീലയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ അവർ യെരുശലേമിൽ വെച്ച് കർത്താവിന്റെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. And they believed him. അവരവനിൽ വിശ്വസിച്ചു. But Jesus had some reservation about their belief. എന്നാൽ ഈ ആളുകളെ കുറിച്ച് കർത്താവിന് ചില റിസർവേഷൻസ് ഉണ്ടായിരുന്നു. So now the Lord Jesus is going to Galilee, and these people have seen what he did in Jerusalem. ഈ ഗലീലയിലുള്ളവർ യെരുശലേമിൽ വെച്ച് കർത്താവ് എന്താ ചെയ്തതെന്ന് കണ്ടതാണ്. And now John is going to introduce this new miracle that happened. ഇവിടെയാണ് യോഹന്നാൻ കർത്താവ് ചെയ്ത പുതിയ അത്ഭുതത്തെ അവതരിപ്പിക്കുന്നത്. And in Jerusalem, and when he came to Galilee, he got a very royal welcome in Galilee. ഗലീലയിലേക്ക് കർത്താവ് വന്നപ്പോൾ വളരെ രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കർത്താവിന് ലഭിച്ചത്. But what does John insert there? യോഹന്നാൻ അതിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. Verse 44. 44-ാം വാക്യം. For Jesus himself testified that a prophet has no honor in his own country. കർത്താവ് താൻ തന്നെ സാക്ഷ്യം പറഞ്ഞു, ഒരു പ്രവാചകനും തന്റെ തന്നെ സ്വന്തം പട്ടണത്തിൽ ഒരു ബഹുമാനവുമില്ല. So his own countrymen, he was from Nazareth. Okay, Nazareth is in Galilee. His own countrymen, they did not have any honor about him. കർത്താവ് ഗലീലക്കാരനാണ്. തന്റെ സ്വന്തം ദേശക്കാർക്ക് തന്നോട്, ആ ദേശക്കാരനായിട്ടുള്ള പ്രവാചകനോട്, ആ മശീഹയോട് ബഹുമാനമില്ല. They had heard of his fame in Judea.
യഹൂദയിൽ വെച്ച് കർത്താവിനുണ്ടായ പ്രസിദ്ധിയെക്കുറിച്ച് അവർ കേട്ടു. and now they wanted to be associated with him. ഇപ്പോൾ അതുകൊണ്ട് കർത്താവുമായിട്ട് അവർക്കൊന്ന് ഒന്ന് അസോസിയേറ്റ് ചെയ്യണമെന്ന്, അവനുമായിട്ട് കൂട്ടുകൂടണമെന്ന് ആഗ്രഹമായി. We see this very commonly in our lives as well, right? നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. When somebody makes some great achievement and becomes famous, ആരെങ്കിലും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് പ്രസിദ്ധരായാല് everybody wants to be associated with them. എല്ലാവർക്കും അങ്ങേരോട് കൂട്ടുകൂടണമെന്ന് ആഗ്രഹം തോന്നും. We hear things like, I was his primary school teacher. അങ്ങനെ കഴിയുമ്പോൾ പറയും, ഞാൻ അവന്റെ കൂടെ പ്രൈമറി സ്കൂളിൽ പഠിച്ചാണ്, LKG പഠിച്ചതാണ്. We used to buy milk at the same shop. ഞങ്ങൾ ഒന്നിച്ചു പോയി പാല് മേടിച്ചിട്ടുണ്ട്. All the weird ways people associate themselves to somebody who is famous. ഇങ്ങനെയുള്ള വളരെ വികൃതമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ആളിനോടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിക്കും. The Galileans were doing that same thing with Jesus. ഏതാണ്ട് ഇത് തന്നെയാണ് ഈ ഗലീലക്കാരും കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെയ്തത്. When they welcomed him, it was not because they really believed him. They were associating with somebody who is famous. അവര് കർത്താവിനെ സ്വീകരിച്ചത് അവരിലുള്ള വിശ്വാസം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നുമല്ല, വളരെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രസിദ്ധനായ ഒരാളോട് കൂട്ടുകൂടാനുള്ള ആഗ്രഹത്തിലാണ് അവർ കർത്താവിന്റെ അടുക്കൽ വന്നത്. Because even his own brothers, John says in chapter 7, even his own brothers did not believe him. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ യോഹൻ തന്നെ പറയുന്നുണ്ട്, തന്റെ സ്വന്തം സഹോദരങ്ങൾ പോലും അവനിൽ വിശ്വസിച്ചില്ല. What did Nicodemus come and say? നിക്കോദിമോസ് അവനോട് വന്ന് പറഞ്ഞത് എന്താണ്? Chapter 3, 3-ാം അധ്യായം, just the previous chapter. തൊട്ട് മുമ്പത്തെ അധ്യായം, And he said, chapter 3 and verse 2. 2-ാം വാക്യം. This man came to Jesus by night and said to him, Rabbi, we know that you are a teacher come from God, for no man can do these signs unless God is with him. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. He saw the signs, he saw the wonders. ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടു, ഞങ്ങൾ അടയാളങ്ങൾ കണ്ടു. But you are just a great teacher. But you are a great teacher from God. എന്നാലും നീ ദൈവത്തിങ്കൽ നിന്നുള്ള ഒരു വലിയ ഉപദേഷ്ടാവാണ്. Nothing more than that. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. This is a very learned rabbi in the Sanhedrin, and he, after seeing all of these signs that Jesus did, says, you are a great teacher. ഇദ്ദേഹം നിക്കോദിമോസ് വലിയ ഒരു പഠിപ്പുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള സന്യദ്രി സംഘത്തിലെ ആളാണ്. അദ്ദേഹത്തിന് അവസാനം പറയാനായിട്ടുള്ളത്, നീ ഒരു വലിയ ടീച്ചറാണ്, വലിയൊരു ഉപദേഷ്ടാവാണ്. Contrast that with the Samaritans who just heard his words, did not see any signs and miracles, but they believed him as the Messiah. എന്നാൽ നിക്കോദിമോസിനെയും ശമരിയക്കാരെയും കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. ശമരിയക്കാർ വലിയ അടയാളങ്ങൾ കണ്ടിട്ടില്ല, അത്ഭുതങ്ങളും ഒന്നും കണ്ടിട്ടില്ല, എന്നാൽ അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു നോക്കുക. So that is why he says, I said earlier, the people of Galilee were welcoming him without actually welcoming him. They were believing without actually believing. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ ഗലീലക്കാര് അവനെ സ്വാഗതം ചെയ്യാതെ അവനെ സ്വാഗതം ചെയ്തു, വിശ്വസിക്കാതെ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. They were his fans, they were not his followers. അവന്റെ ഫാൻസിനും Everybody knows that. ഒരു അവന്റെ പ്രസിദ്ധിയുടെ പുറകെ പോകുന്നവരാണ്, അല്ലാതെ അവന്റെ ശരിയായിട്ടുള്ള അനുഗാമികളല്ലായിരുന്നു. They knew his name, but they did not trust his authority. അവന്റെ പേരറിയാം, ആളിന്റെ പേരൊക്കെ അറിയാം, എന്നാൽ അവരിൽ അവർ വിശ്വസിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്തില്ല. And such people need signs and wonders. അങ്ങനെയുള്ള ആളുകൾക്കാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും You ആവശ്യമായിട്ട്. see, familiarity with the Lord Jesus does not equal faith. കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്ത് പരിചയമുണ്ട് എന്നുള്ളതല്ല അവനിൽ വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ You തെളിവ്. can grow up around Jesus from your Sunday school time and yet be so far away from him. ചെറുപ്പം മുതൽ സൺഡേ സ്കൂൾ നാളുകൾ മുതൽ തന്നെ കർത്താവിന്റെ അടുക്കൽ ചുറ്റിപ്പറ്റിയൊക്കെ വളർന്നു വരാം, എന്നാൽ അതുകൊണ്ട് അവനിൽ വിശ്വാസം ഉണ്ടാകണമെന്നില്ല. And it's in this context that we see a person who is being introduced. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഒരു മനുഷ്യനെ നമ്മുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്. In verse 46 onwards, 46 മുതലുള്ള we see വാക്യങ്ങളിൽ that there was a certain nobleman whose son was sick at Capernaum. ഇവിടെ ഇത്തിരി Verse 46. ഒരു രാജഭൃത്യനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, അയാളുടെ മകന് സുഖമില്ലാതായി. Yes. So we read in this context of unbelief, of believing without believing, a person is introduced. ഇവിടെ ഈ അവിശ്വാസികളുടെ മധ്യത്തിൽ വിശ്വസിക്കാതെ വിശ്വസിക്കുന്നു എന്ന് ഭാവിക്കുന്നവരുടെ മധ്യത്തിൽ ഒരു മനുഷ്യനെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. Let's go through 6 things in the 6 verses. ഈ 6 വാക്യങ്ങളിൽ കൂടെ 6 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. First of all, think about the man. ഈ മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. He is a royal official. അയാൾ ഒരു രാജഭൃത്യനാണ്.
Most likely, he is a person in the court of Herod Antipas, who was the royalty there. ഹെരോദാവിന്റെ ആ, 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 രാജസദസ്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നിരിക്കണം. And Herod Antipas was one of the most wicked rulers that you could ever have. ഹെരോദ് അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു He ഭരണാധികാരിയായിരുന്നു. married his own sister-in-law. സ്വന്തം സഹോദര ഭാര്യയെ താൻ വിവാഹം കഴിച്ചു. He imprisoned John the Baptist യോഹന്നാൻ സ്നാപകനെ തടവിലാക്കി. and later beheaded John the Baptist just for a dance. അതിനുശേഷം യോഹന്നാൻ സ്നാപകന്റെ തലയും അയാൾ വെട്ടി. That was who Herod Antipas was. ഇതാണ് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു ഹെരോദ് അന്തിപ്പാസ്. And this man is closely associated with that wicked king. He is a royal official. ഈ രാജഭൃത്യൻ മകന്റെ രോഗിയായ മകന്റെ അപ്പനായിട്ടുള്ള രാജഭൃത്യൻ ഈ പറഞ്ഞ ഹെരോദ് അന്തിപ്പാസുമായിട്ട് നല്ല അടുത്ത് പെരുമാറുന്ന ആളാണ്. And this is the person who came to Jesus because he was in need. ആവശ്യമുള്ള അവർ ആവശ്യത്തിന്റെ മുഖത്ത് നിന്നതുകൊണ്ട് ഈ രാജഭൃത്യനാണ് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ വന്നത്. His son was very sick, ഈ രാജഭൃത്യന്റെ മകൻ വളരെ രോഗിയായി, at the point of death. ഏതാണ്ട് മരണാസന്നനായി മരണമുഖത്തെത്തി നിൽക്കുകയാണ്. That is what drove him to come to Jesus. അതാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരാനായിട്ട് അങ്ങേരെ അയാളെ ആകർഷിച്ചത്, നിർബന്ധിച്ചത്. Where did this person come from? ഈ മനുഷ്യൻ എവിടെ നിന്നാ വരുന്നത്? His son was sick at Capernaum. കപ്പർന്നഹൂമിലാണ് ആ മകൻ രോഗിയായി കിടക്കുന്നത്. So now where is the Lord Jesus now? ഇപ്പൊ കർത്താവ് എവിടെയാണ്? Where is he now? No, he's not in Capernaum now. Where is he? Look at the verse and tell me. Yeah, where is he? Galilee. Where in Galilee? Cana. Yes, he is in Cana of Galilee. ഗലീലയിലെ കാനാവിലാണ് ഇപ്പോ കർത്താവ് ഉള്ളത്. Capernaum and Cana of Galilee is around 20 to 25 miles distance. ഈ കാനാവും കപ്പർന്നഹൂമും തമ്മിൽ ഏതാണ്ട് 25 മൈലിന്റെ ദൂരമുണ്ട്. And Capernaum is you have to go up from Capernaum to Cana. It's an upward journey. കപ്പർന്നഹൂമിൽ നിന്ന് കയറ്റം കയറി വേണം കാനാവിലേക്ക് പോകാൻ. And it's in those days, it's around 8.5 hours of daylight walk. That is one full day walk. ഒരു ദിവസത്തെ മുഴുവൻ നടപ്പ്, ഏതാണ്ട് 8.5 മണിക്കൂറോളം പകല് നടന്നെങ്കിലേ കാനാവിൽ നിന്ന് കപ്പർന്നഹൂമിൽ എത്തുകയുള്ളൂ. And in those days, as we all know, there was no mobile phone, there was no Instagram, there was no WhatsApp to update their status. ഇന്നത്തെ പോലെ യാത്ര പോകുമ്പോൾ എവിടെ എത്തിയെന്നൊന്നും അറിയിക്കാനായിട്ട് കമ്മ്യൂണിക്കേഷന് മൊബൈലോ മറ്റുള്ള സംവിധാനങ്ങളോ ഇല്ലാത്ത കാലമാണ്. So he left his dying son in his house, not knowing that if he would come back, he would find him alive. ഈ മനുഷ്യൻ രോഗിയായ തന്റെ മകനെ വീട്ടിൽ വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ മോൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ധൈര്യവും ബോധ്യവും ഇല്ലാതെ ആ വീട് വിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോയി. So he had enough faith to make that journey. ആ യാത്ര പുറപ്പെട്ട ആ യാത്ര ഏറ്റെടുക്കത്തക്കവണ്ണമുള്ള അത്രയും വിശ്വാസം ഈ രാജഭൃത്യനുണ്ടായിരുന്നു. Yes, we read in 47, when he heard that Jesus had come out of Judea into Galilee, he went to him. യേശു യഹൂദ്യ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു, അവന്റെ അടുക്കൽ ചെന്നു. And what does he ask the Lord Jesus? അവൻ കർത്താവിനോട് എന്താ ചോദിച്ചത്? What did he ask? Yes, what did he ask? What did he ask the Lord Jesus? Come down and heal my son. Come down and heal my son. ദയവായിട്ട് വന്ന് എന്റെ മകനെ സൗഖ്യമാക്കണമേ എന്ന് കർത്താവിനോട് Because അപേക്ഷിച്ചു. he is at the point of death. കാരണം അവൻ മരിപ്പാറായിരിക്കുകയാണ്. So his faith may not be perfect, but he had enough faith to come to the Lord through that long journey and ask the Lord Jesus. അവന്റെ വിശ്വാസം പൂർണ്ണ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അവന് കർത്താവിന്റെ അടുക്കൽ ഈ അപേക്ഷ കഴിക്കാൻ പാകത്തിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. And then we read that the Lord Jesus did not immediately leave everything and follow him. എന്നാൽ പിന്നീട് നാം വായിക്കുന്ന കർത്താവ് എല്ലാം ഉപേക്ഷിച്ച് അവിടെ വിട്ടേച്ച് ഉടനെ തന്നെ അവന്റെ പുറകെ പോയി എന്നല്ല. What did the Lord Jesus say? കർത്താവ് എന്താ പറഞ്ഞത്? Verse 48. 48-ാം വാക്യം. Jesus said to him, unless you people see signs and wonders, you will by no means believe. യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. This person is coming and asking the Lord something. ഈ മനുഷ്യൻ വന്നിട്ട് ഒരു കാര്യം, ഒരു ആവശ്യം കർത്താവിനോട് പറയുകയാണ്. And the Lord is talking to the crowd in plural. He's saying, you people will not believe unless you see signs and wonders. ഒറ്റ വ്യക്തി വന്ന് ഒരു കാര്യം പറഞ്ഞു, കർത്താവ് ഒരു സമൂഹത്തോട് മറുപടി പറയുകയാണ്. And this was a test for this man. ഇത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമായിരുന്നു. And for the crowd as well, probably. ആ ജനക്കൂട്ടത്തിനും അതൊരു പരീക്ഷണമായിരുന്നു. The father thought that the
that the physical presence of the Lord was necessary for him to heal. That's why he said, "Come with me." ഈ രോഗിയായ മകന്റെ അപ്പൻ വിചാരിച്ചത് കർത്താവിന്റെ ഫിസിക്കൽ ഭൗതിക സാന്നിധ്യം അടുത്തുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, രോഗം സൗഖ്യമാകത്തുള്ളൂ എന്നുള്ള വിശ്വാസമായിരുന്നു. He did not have enough faith like the centurion who said, you remember the centurion story, who said, "Lord, just say the word and my servant will be healed." സഹസ്രാധിപന്റെ വിശ്വാസം പോലെയുള്ള വിശ്വാസം ഈ മനുഷ്യനിലായിരുന്നു. സഹസ്രാധിപൻ പറഞ്ഞത്, കർത്താവേ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ മോൻ സൗഖ്യമാകുമെന്ന്. But when the Lord Jesus replied like this, he is actually saying that my healing is not the greatest gift that I have come to give. Signs and wonders. കർത്താവിന്റെ മറുപടിയിൽ കർത്താവ് പറഞ്ഞത്, ഈ രോഗം സൗഖ്യമാക്കുക എന്നുള്ളതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്റെ പക്കലുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമെന്ന് കർത്താവ് അവിടെ പറയുകയാണ്. Yes, the faith that I really require, that is what he is trying to bring out of this person. ഈ താൻ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിശ്വാസം ജനങ്ങളിൽ ഉളവാക്കുക, അവരെ അങ്ങനെയുള്ള വിശ്വാസികളാക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ലക്ഷ്യം. And now he is going to put that same test that he gave to the Samaritans to this nobleman. ഈ രാജഭൃത്യനോടും ആ ശമര്യക്കാരോട് പറഞ്ഞ അതേ ടേംസ് അത് തന്നെ പറയുകയാണ് കർത്താവ്. This lower faith, he is going to just prod it up and make it a little bit higher. ഈ താഴേക്കിടയിൽ കിടക്കുന്ന അവരെ അല്പം ഒന്ന് ഉയർത്തി ഉയരത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ശ്രമിക്കുക. That is the character of the Lord Jesus, the beauty of his character. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിന്റെ ആ മനോഹാരിത, ശ്രേഷ്ഠത എവിടെയാണ്? A smoking flax he will not quench. ആ പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയത്തില്ല. So the lamp is almost about to go, the candle is about to burn out, there is just one small spark remaining, and he will fan it into flame and cause it to കത്തി പുകഞ്ഞ് കെടാറായിരിക്കുന്ന ഒരു തിരുനാളമാണെങ്കിലും അവൻ അതിനെ കെടുത്തിക്കളയത്തില്ല, അതിനെ വീണ്ടും ആളിക്കത്തിച്ച് പ്രകാശിപ്പിക്കുന്നവനാണ്. And when the Lord Jesus replies like this man does not argue. ഇങ്ങനെ കർത്താവ് മറുപടി പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ച് വേറെ ന്യായവാദങ്ങളും തർക്കങ്ങളും ഒന്നും ഉന്നയിച്ചില്ല. What did he say? Sir, verse 49, "Sir, come down before my child dies." അവ പറഞ്ഞ് രാജഭൃത്യൻ അവനോട്, കർത്താവേ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. Also notice the greatness of our Lord Jesus here. നമ്മുടെ കർത്താവിന്റെ കൃപ എവിടെ നാം നോക്കുക. Most teachers, the Lord Jesus now is in the beginning of his ministry. കർത്താവ് തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിങ്കലാണ്. So a very very young minister. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ശുശ്രൂഷകനാണ്. And most teachers at this early stages of their career, if I would use that word, would grasp this opportunity to go to be associated with somebody who is a royal official at Herod's court. സാധാരണഗതിയിൽ യുവാക്കന്മാരായിട്ടുള്ള ശുശ്രൂഷകന്മാർക്ക് ഇങ്ങനെ ഒരു വലിയ രാജഭൃത്യന്റെ രാജസന്നിധിയിലൊക്കെ നിൽക്കുന്ന ആളിനായിട്ടുള്ള ഒരു ബന്ധത്തിനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് ചാടിക്കയറി പിടിക്കും. അതിൽ Being associated with high places, what a great thing. ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുമായിട്ടുള്ള ഒരു സമ്പർക്കം, ബന്ധം എന്നുള്ളത് അവർ വിട്ടുകളയത്തില്ല. But Jesus was well aware that his kingdom was not built on such things. എന്നാൽ നമ്മുടെ കർത്താവിന് അറിയാമായിരുന്നു തന്റെ രാജ്യം എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നുമല്ല അത് പണിയപ്പെടാനായിട്ട്. So he refused. He did not go back with that powerful person. അങ്ങനെയുള്ള വലിയ കരുത്തനും ശക്തമാനും അധികാരമൊക്കെ ഉള്ളവന്റെ പിന്നാലെ കർത്താവ് പോയില്ല. The Lord Jesus then replied, കർത്താവ് അവനോട് മറുപടി പറഞ്ഞത്, "Go your way, your son lives." യേശു അവനോട്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. So the man said 2 times, "Come with me." ഈ മനുഷ്യൻ രണ്ട് പ്രാവശ്യം ആവശ്യപ്പെട്ടു, എന്നെ കൂടെ വരണമേ വരണമേ എന്ന്. And the Lord Jesus said, "Go, your son lives." കർത്താവ് അവനോട് തിരിച്ചു പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. This man could have said, "Lord, I think you didn't understand what I was really trying to say." ഒരുപക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. My son is dying. You have to come. You are the healer. You are the miracle healer. എന്റെ മോൻ മരിക്കാറായി കിടക്കുകയാണ്, നീയാണ് സൗഖ്യമാക്കുന്നവൻ, നിനക്കാണ് ആ അത്ഭുത സിദ്ധിയുള്ളത്, വരണം പ്ലീസ്. I was asking you to come to Capernaum. ഞാൻ കപ്പർന്നഹൂമിലേക്ക് ഒന്ന് വരണമേ എന്നാണ് ഞാൻ അപേക്ഷിച്ചത്. Did he say anything like that? അങ്ങനെ വല്ലതും ഈ രാജഭൃത്യൻ പറഞ്ഞോ? No. പറഞ്ഞില്ല. What do we read? നാം വായിക്കുന്നത് എന്താണ്? So the man believed the word that Jesus spoke to him, and he went his way. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. He took Jesus at his word and he went his way. കർത്താവിനെ അവന്റെ വാക്കിൽ വിശ്വസിച്ചിട്ട് ഈ രാജഭൃത്യൻ കാനായിൽ നിന്ന് കപ്പർന്നഹൂമിലേക്ക് പോയി. Faith is the substance of things not seen. വിശ്വാസം എന്നുള്ളത് The evidence of things not seen. വിശ്വാസം എന്നുള്ളത് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള നിശ്ചയം, ഉറപ്പാണ്. He heard about Jesus.
അവൻ കർത്താവിനെ യേശുവിനെ കുറിച്ച് കേട്ടു. He went to Cana of Galilee. അവൻ ഗലീലയിലെ കാനാവിലേക്ക് അവൻ പോയി. He asked the Lord Jesus. അവൻ കർത്താവിനോട് ചോദിച്ചു. He got a response. അവനൊരു മറുപടി കിട്ടി. He believed it and he went back. അവൻ ആ മറുപടി വിശ്വസിച്ചു. അവൻ പുറപ്പെട്ട് മടങ്ങിപ്പോയി. What happened on the way back? ആ മടങ്ങിപ്പോകുന്ന വഴിയിൽ എന്താ സംഭവിച്ചത്? That is what we read in verse 51 and 52. 51-52 വാക്യങ്ങൾ വായിക്കാം. And as he was now going down, his servants met him and told him, saying, Your son lives. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. So I told you it's a long journey. It's around 8 hours journey. ഏതാണ്ട് 8 മണിക്കൂർ നേരത്തെ ഒരു ദീർഘമായ യാത്രയാണത്. And his servants are coming to meet him. അവന്റെ ദാസന്മാർ അവനെ അന്വേഷിച്ച് വരികയാണ്. They almost journeyed a day. ആ പകൽ മുഴുവൻ അവർ യാത്ര ചെയ്തു. And now he is asking, at what time did my son get better? അങ്ങനെ തന്റെ ദാസന്മാരോട് അവൻ ചോദിച്ചത്, ആ രാജഭൃത്യൻ ചോദിച്ചത്, എത്ര മണിക്കാ എന്റെ മോന് സൗഖ്യമായത്? Why did he ask that question? അവൻ ആ ചോദ്യം ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താ? എന്തുകൊണ്ടാ ആ ചോദ്യം ചോദിച്ചത്? Why do you think he asked that question? എന്തുകൊണ്ടായിരിക്കും ആ ചോദ്യം ആ രാജഭൃത്യൻ ചോദിച്ചത്? Sorry? Mm-hmm. That's great. Good answer. Thank you. Christ said to him, and now he wanted to know if it was just a natural way of getting better, or was it something greater? ഈ ചോദ്യം ചോദിച്ചതിന്റെ പിന്നിലുള്ള ആ മനുഷ്യന്റെ വിചാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അസുഖവും മാറിപ്പോയതാണോ, അതോ കർത്താവിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ സൗഖ്യമായതാണോ എന്നറിയാനാണ്. And when the servants replied, he had a realization. ആ ദാസന്മാർ മറുപടി പറഞ്ഞപ്പോൾ ആ മനുഷ്യന്, ഈ രാജഭൃത്യന് ഒരു കാര്യം ബോധ്യമായി. What did the servants reply? ആ ദാസന്മാർ എന്താ പറഞ്ഞത്? Yesterday, verse 52, yesterday at the 7th hour, the fever left him. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്നാണ് അവർ പറഞ്ഞത്. That was what convinced him. അതാണ് ഈ മനുഷ്യനെ അത്രമാത്രം ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയത്. Did the man believe in the Lord Jesus before? അതിനു മുമ്പ് കർത്താവിൽ ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്നോ? Yes. That's what is written, right? The man believed the word that the Lord Jesus said. കർത്താവ് പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു എന്നല്ലേ എഴുതിയേക്കുന്നത്. But then what is written in the end of verse 53? 53-ാം വാക്യത്തിന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞത്? And he himself believed and his whole household. താനും തന്റെ കുടുംബം മുഴുവനും അവരൊക്കെയും വിശ്വസിച്ചു. What is the difference between these two beliefs? ഈ രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? When the man heard what the Lord Jesus, or the time that his son got better, ആ മനുഷ്യൻ തന്റെ മകന് സൗഖ്യമായ സമയത്തെ കുറിച്ചുള്ള അറിവ് കിട്ടിയപ്പോഴ് a realization hit him. അവന്റെ മനസ്സിൽ ഒരു ബോധ്യം വന്നു. And that realization was that this was not just an ordinary teacher. ആ ബോധ്യം എന്ന് പറഞ്ഞാൽ ഈ നസ്രായനായ യേശു ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഉപദേശി അല്ല, ഒരു ഉപദേഷ്ടാവല്ല. Like Nicodemus said, he was not just a teacher from God who does wonderful things. നിക്കോദിമോസ് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിങ്കിൽ നിന്നുള്ള വലിയ ഉപദേഷ്ടാവാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്. He was not just a miracle healer. അവനൊരു അത്ഭുതം കൊണ്ട് രോഗം മാറ്റുന്നവനാണ്. He was somebody who casually from 25 miles away could say your son lives and it would just happen. 25 മൈൽ ദൂരെ നിന്ന് വന്ന തന്റെ മകൻ സൗഖ്യമാകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചവനാണ്. He believed, he understood that he was dealing with a person who from 25 miles away could just say something and it would happen. ഈ മനുഷ്യൻ മനസ്സിലാക്കി വിശ്വസിച്ചത് 25 മൈൽ അകലെ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞത് സംഭവിക്കുന്ന തരത്തിലുള്ള കരുത്തനായിട്ടുള്ള ഉപദേഷ്ടാവാണ് ഈ ദൈവപുത്രൻ. He was almighty, he could heal just by willing it. തന്റെ മനസ്സിൽ ചിന്തിച്ചതാണ്. താൻ അങ്ങനെ ഒരു വില്ല് ചെയ്ത് കഴിഞ്ഞാൽ, താൻ അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, നിർണയിച്ചു കഴിഞ്ഞാൽ ആ നിർണയം നടപ്പാക്കാൻ കഴിവുള്ളവനാണ് ഈ ദൈവപുത്രൻ, ഈ യേശു എന്ന് അവന് മനസ്സിലായി. He understood that he was omniscient. He said your son lives. അവൻ ഒംനീഷ്യന്റ് ആണ്, അവൻ സർവ്വവ്യാപിയാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. And to him there was only one explanation. അവൻ ആകെ dealing with God himself. അവനാകെ ഇതിലൊക്കെയും കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ, ദൈവം തന്നോട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. And what a realization that was. അതെന്തൊരു വലിയ ബോധ്യപ്പെടലാണ്. That he was dealing
with the Son of God in flesh, God in flesh. ശരീരത്തിൽ ജഡത്തിൽ അവതരിച്ച ദൈവപുത്രനോടുള്ള ഇടപാടാണ് താൻ നടത്തുന്നതെന്നാണ് ആ ബോധ്യം. He saw the glory of God. അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു. Turn to John chapter 11. യോഹന്നാൻ 11-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. What did the Lord Jesus tell Martha when he came to visit Lazarus' dead grave? ലാസറിന്റെ കല്ലറ കാണാനായിട്ട് ചെന്നപ്പോൾ മാർത്തയോട് കർത്താവ് എന്താ പറഞ്ഞത്? John chapter 11 and verse 40. യോഹന്നാൻ 11:40 വാക്യം. Jesus said to her, "Did I not say to you that if you would believe, you would see the glory of God?" യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. If you would believe, you would see the glory of God, and that is what this man saw. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, അതാണ് ഈ രാജഭൃത്യൻ ഇവിടെ കണ്ടത്. Turn also to John chapter 1. യോഹന്നാൻ 1-ാം അധ്യായം John chapter 1 and verse 14. അതിന്റെ 14-ാം വാക്യം. All youngsters, open your Bibles. John chapter 1 verse 14. കുഞ്ഞുങ്ങൾ എല്ലാവരും നിങ്ങളുടെ വേദപുസ്തകം യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. And the word became flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. This man believed and he saw the glory of God. ഈ മനുഷ്യൻ വിശ്വസിച്ചു, അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു. He understood that this was the Son of God. അവന് മനസ്സിലായി, ഇതാണ് ദൈവപുത്രൻ. Now tell me, why did John include this miracle in the Gospel of John? ദയവായിട്ട് നിങ്ങൾ പറയും, എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ അത്ഭുതം തന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയത്? Why? So that you may believe that Jesus is the Christ, the Son of God. അതിന്റെ ഉദ്ദേശം യേശു തന്നെ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഈ അടയാളം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ. Like this, every single incident in the Gospel of John is there for this purpose. ഇതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ലക്ഷ്യത്തിൽ, ഈ ഉദ്ദേശത്തിലാണ് യോഹന്നാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. He saw his glory. His faith was turned to sight. അവന്റെ വിശ്വാസം കാഴ്ചയായിട്ട് ഭവിച്ചു. അവൻ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു. He believed and his whole household also believed. അവൻ വിശ്വസിച്ചു, അവന്റെ ഭവനം മുഴുവനും, അവന്റെ ഭവനക്കാർ മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. Let me close with 4 applications. ഇതിന്റെ 4 ആപ്ലിക്കേഷൻസ്, 4 പ്രായോഗികത വശങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. First of all, parents, ഒന്നാമതായിട്ട് മാതാപിതാക്കൾ, you need to plead for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുക. This royal official's son was dying, ഈ രാജഭൃത്യന്റെ മകൻ മരിക്കാൻ പോവുകയായിരുന്നു. and his father dropped everything, went on a whole day's journey, found Jesus, threw himself before Jesus on his son's behalf. ഈ അപ്പൻ തന്റെ എല്ലാ മറ്റു കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു ദീർഘമായ യാത്ര ചെയ്ത് കർത്താവിന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാൽക്കൽ വീണിട്ട് മകന് വേണ്ടി അപേക്ഷിച്ചു. And he would not stop at anything until he had got Jesus' response. He would not stop at anything until he got Jesus' response. കർത്താവിന്റെ പ്രതികരണം കിട്ടുന്നത് വരെ അവൻ പിൻവാങ്ങിയില്ല. അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. And let me ask you, fathers and mothers, അപ്പനമ്മമാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. what about your children's souls? നിങ്ങളുടെ മക്കളുടെ ആത്മാക്കളെ കുറിച്ച് ഉള്ള നിങ്ങളുടെ വിചാരം എങ്ങനെ? We do everything for our children. നമുക്ക് വേണ്ടി, നമ്മളുടെ മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്യാറുണ്ട്. We support them. നമ്മൾ അവർക്ക് സഹായം ചെയ്യും, We encourage them. അവരെ We ഉത്സാഹിപ്പിക്കും. are proud of all their achievements. അവരുടെ നേട്ടങ്ങളിലൊക്കെയും നമ്മൾ അഭിമാനികളാണ്. We are proud of their careers. We do everything for their careers. അവരുടെ നേട്ടങ്ങൾ, അവരുടെ ജോലിയിലുള്ള പുരോഗതിയിലൊക്കെ നമുക്ക് അഭിമാനമുണ്ട്. We celebrate everything that they accomplish in this world. അവരുടെ ജീവിതത്തിൽ അവർ നേടുന്നതിലൊക്കെ നമ്മൾ ആഘോഷമാക്കും. But are they saved? എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണോ? Can we all say that our children are saved? നമുക്ക് എല്ലാവർക്കും പറയാമോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയാൻ Are പറ്റുമോ? they going to spend an eternity without Christ? അവരുടെ നിത്യത കർത്താവിനെ കൂടാതെയാണോ അവർ ചെലവാക്കാനായിട്ട് പോകുന്നത്? Are they headed to a place where the worm does not die and the fire does not get quenched? കെട്ടുപോകാത്ത തീയിലേക്കും ചത്തുപോകാത്ത പുഴുക്കളും ഉള്ള ഒരു സ്ഥാനത്തേക്കാണോ ഈ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? Without hope, പ്രത്യാശയില്ലാത്ത, in the blackness of darkness forever? എന്നേക്കുമായിട്ടുള്ള അഗാധമായിട്ടുള്ള കടുത്ത ഇരുട്ടുള്ള സ്ഥാനത്തേക്ക്, അന്ധകാരത്തിലേക്ക്. That is an emergency. അത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചിന്ത വേണം അവിടെ. A fever, a failing grade, that is not the emergency. This is the real emergency. ഒരു അസുഖം വരുന്നതോ ഒന്ന് തോറ്റുപോകുന്നതോ അല്ല ഒരു എമർജൻസി. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. An eternity without Christ
That is the emergency. കർത്താവിനെ കൂടാതെയുള്ള ഒരു നിത്യതയെക്കുറിച്ചുള്ള വിചാരം, അതാണ് നമ്മളുടെ മുൻപാകെ ഉണ്ടാകേണ്ടത് And എമർജൻസി. how many of us, me included, just casually pray about the salvation of our നാം ഓരോരുത്തരും എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. വളരെ കാഷ്വൽ ആയിട്ടല്ലേ നമ്മൾ പല പ്രാർത്ഥനകളും പ്രാർത്ഥിക്കും. Because I can say that I pray daily for my children's salvation. എൻ്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ, ദിനംതോറും പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് എനിക്ക് സാക്ഷ്യം പറയാം. But that is not the type of prayer that is supposed to be made. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നല്ല നാം വേദപുസ്തകത്തിൽ നിന്ന് Every day, morning and evening, when I pray for family prayer, I pray together with the other points, save my children. മറ്റു പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. That is not the emergency prayer. അതല്ല വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു പ്രാർത്ഥന. You need to plead for the souls of your children before the Lord. നമ്മുടെ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാണന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി നാം പ്ലീഡ് ചെയ്യണം. നാം അവന്റെ മുൻപാകെ യാചന തന്നെ കഴിക്കണം. One man's faith, one man's prayer became the door of faith for his entire household. ഒരു മനുഷ്യന്റെ വിശ്വാസം ആ ഒരു ഭവനത്തിന് മുഴുവനും രക്ഷയിലേക്കുള്ള വാതിൽ തുറക്കാനായിട്ടുള്ള കാരണമായി തീർന്നു. Number 2, രണ്ടാമത്, expect the Lord to test your faith. നിങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യാനായിട്ട് കർത്താവിൽ പ്രതീക്ഷിക്കുക. The Lord could have easily gone with that man. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കർത്താവിന് പോകാമായിരുന്നു. The Lord could have answered him favorably the first time that he asked. ഒന്നാമത്തെ പ്രാവശ്യം തന്നെ ഈ അപേക്ഷ നടത്തിയപ്പോൾ തന്നെ മറുപടിയും കർത്താവിന് കൊടുക്കാമായിരുന്നു. But the Lord tested his faith. എന്നാൽ കർത്താവ് അവന്റെ വിശ്വാസം ഒന്ന് ശോധന ചെയ്തു. His purpose was not to defeat him, അവനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലല്ല കർത്താവ് ആ പരിശോധന നടത്തിയത്, but to increase his faith. അവന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി. Sometimes our Lord feels so far away. ചില സന്ദർഭങ്ങളിൽ കർത്താവ് വളരെ ദൂരെയാണ് എന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. Sometimes it would feel that it would have been better if the Lord was here. നമുക്ക് ചിലപ്പോൾ തോന്നിയ കർത്താവ് ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. Like Martha said, Lord, it would have been good if you were here. മാർത്ത പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവ മരിക്കത്തില്ലായിരുന്നു, വളരെ നന്നായിരുന്നേനെ. But sometimes God will create opportunities to refine us. എന്നാൽ നമ്മെ ഒന്നും കൂടെ നവീകരിച്ച് ശുദ്ധീകരിച്ച് നന്നാക്കി എടുക്കേണ്ടതിന് വേണ്ടി ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിയെന്ന് വരാം. Can somebody find out the number of how firm a foundation? There is an English hymn, how firm a foundation ye saints of the Lord. Sorry? 343. Can you all turn to 343? Just want to read a couple of stanzas. Stanza 3 says like this, hymn number 343. When through the deep waters I call thee to go, the rivers of sorrow shall not overflow. For I will be with thee, thy trials to bless, and sanctify to thee thy deepest distress. അഗാധമായിട്ടുള്ള ഒഴുക്കുകളിൽ കൂടെ, നദികളിൽ കൂടെ കടക്കാനായിട്ട് ഞാൻ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ അത് നിന്റെ മേൽ കവിഞ്ഞൊഴുകുകയില്ല. ഞാൻ നിന്നെ അവിടെ സംരക്ഷിക്കും. Stanza 4. When through the fiery trials thy pathway shall lie, my grace all sufficient shall be thy supply. The flame shall not hurt thee. I only design thy dross to consume and thy gold to refine. അഗ്നിശോധനയിൽ കൂടെ നിന്നെ ഞാൻ കടത്തിവിടുമ്പോൾ നിന്നിലുള്ള കീടങ്ങൾ, നിന്നിലുള്ള കത്തിച്ചു കളയേണ്ടുന്നതിനെ മാത്രം കത്തിച്ചു കളഞ്ഞിട്ട് നിന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഞാൻ അതിനെ ഉപയോഗിക്കും. Yes, the Lord will test our faith. നമ്മളുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കും. And that is not to defeat us. അത് നമ്മളെ പരാജയപ്പെടുത്താനല്ല, but that is to refine us, to bring out what is truly valuable in our life. നമ്മിൽ മൂല്യമുള്ളതിനെ, വിലയുള്ളതിനെ പുറത്തു കൊണ്ടുവരാനായിട്ട്, നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ കൂടെ കർത്താവ് നമ്മളെ നടത്തുന്നത്. You are believing in him, expect the Lord to test your faith. നാം ഈ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വിശ്വാസത്തെ അവൻ ശോധന ചെയ്യുമെന്നുള്ളതും കൂടെ നാം അറിഞ്ഞുകൊള്ളുക, വിശ്വസിച്ചുകൊള്ളുക. Number 3. മൂന്നാമതായിട്ട്, unbelief is not a heart problem. Unbelief is a heart problem. It is not a proof problem. അവിശ്വാസം എന്നുള്ളത് ഹൃദയത്തിന്റെ ഒരു പ്രശ്നമാണ്, തെളിവിന്റെ ഒരു പ്രശ്നമല്ല. We saw different categories of people. I will close in 2-3 minutes more. 2-3 മിനിറ്റ് കൂടെ കൂടുതൽ എടുക്കുന്നതായിരിക്കും. 2-3 തരം ആളുകളെ നമ്മൾ കണ്ടു. We saw that those who believed, category 1, category 2, category 3, right at the beginning. വിശ്വാസത്തിന്റെ 1, 2, 3 കാറ്റഗറികൾ നമ്മൾ കാണുകയുണ്ടായി. These people wanted signs and wonders. ഇവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും വേണം. But if they got signs and wonders, would they have believed? അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടാൽ അവർ വിശ്വസിക്കുമായിരുന്നോ? If miracles were the answer,
അത്ഭുതങ്ങളാണ് അവർ ആവശ്യപ്പെടുന്ന മറുപടി എങ്കിൽ, you know which place on earth saw the most miracles done? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ? Turn to Matthew chapter 11. മത്തായി വിശേഷം 11-ാം അധ്യായത്തിലേക്ക് നോക്കുക. Matthew chapter 11 verse 23. മത്തായി 11:23. And you, Capernaum, who are exalted to heaven, will be brought down to Hades. For if the mighty works which were done in you had been done in Sodom, it would have remained until this day. നീയോ കപ്പർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നിന്നിൽ നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവരിന്നും അനുദപിച്ച് കത്തിപ്പോകാതിരുന്നേനെ. Yes, again, verse 21. Woe to you, Chorazin! Woe to you, Bethsaida! For if the mighty works which were done in you had been done in Tyre and Sidon, they would have repented long ago. കോരസീനെ, നിനക്ക് അയ്യോ കഷ്ടം. ബേത്സയിദേ, നിന്നിൽ നടന്നിരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവര് അഗ്നിക്കിരയാകത്തില്ലായിരുന്നു. This region of Galilee was the place on earth that saw the most signs and miracles. ഗലീല പ്രദേശത്തെ ഈ ഭാഗങ്ങൾ, ഈ കപ്പർന്നഹൂമും ഒക്കെ ഉൾപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നത്. They chose not to believe. എന്നാൽ അവരാരും വിശ്വസിച്ചില്ല. That was their choice. അവരുടെ തെരഞ്ഞെടുപ്പ് അതായിരുന്നു. അവര് വിശ്വസിക്കാതിരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. That was not because they did not have enough proof. തെളിവുകളുടെ അഭാവത്തിലല്ല അവർ വിശ്വസിക്കാതിരുന്നത്. A hard heart will always find some excuse not to believe. കഠിന ഹൃദയങ്ങൾ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങളും കാരണങ്ങളും വിശ്വസിക്കാതിരിക്കാനായിട്ട് കഠിന ഹൃദയങ്ങൾ കണ്ടെത്തും. My dear beloved, it is not a problem of proof, it is a problem with your heart. പ്രിയ സഹോദരി സഹോദരന്മാരെ, തെളിവുകളുടെ അഭാവമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് അവിശ്വാസത്തിന്റെ പ്രധാന കാരണം. There is a new word in the young generation called deconstruction. പുതുതലമുറയുടെ ഇടയിൽ പുതിയൊരു വാക്ക് ഡീകൺസ്ട്രക്ഷൻ, പൊളിച്ചെടുക്കുക. Yes, you know, yeah, it sounds very, very massive, but it means that you are questioning your own faith and your beliefs that you have believed since childhood to see if they're really true or not. I was thinking about that word, so you repeat it once again. Yeah, it means, you know, a new trend that those who have grown up in Christian households, they are questioning their own faiths and their beliefs to see if what they believed was really true or not. ക്രിസ്തീയ കുടുംബങ്ങളിൽ വളർന്നവർ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ തങ്ങളുടെ സ്വന്തം വിശ്വാസത്തെ ഒന്നും കൂടെ പരീക്ഷിക്കുകയാണ്. ഞാൻ ശരി തന്നെയാണോ, വിശ്വസിച്ചൊക്കെ ശരി തന്നെയാണോ, ഇതാണോ ശരിയെന്ന്. And they end up saying that it is not true. That is the saddest part. ഈ പരീക്ഷണവും വിലയിരുത്തലും നടത്തുമ്പോൾ അവർ അവസാനം കണ്ടെത്തുന്നത് വിശ്വാസമൊന്നും ശരിയല്ല എന്നാണ്. God has given us plenty of proofs. God has given us all that is required for us to believe. If you don't believe, it's not because there is no proof. It's because you don't want to believe. ദൈവം നമുക്ക് വിശ്വസിക്കാനായിട്ട് സമൃദ്ധിയായിട്ട് ധാരാളം തെളിവുകൾ തന്നിട്ടുണ്ട്. എന്നാൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്, ഒരു തീരുമാനമാണ്. The last application. അവസാനത്തേത്, you have a choice to make. നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. This royal official, he had a choice. ഈ രാജഭൃത്യന്റെ ഒരു അവസരമുണ്ടായിരുന്നു. Either take Jesus at his word and go, ഒന്നുകിൽ കർത്താവിനെ അവന്റെ വാക്കിൽ വിശ്വസിച്ച് പറഞ്ഞതുപോലെ പോവുക, or stay there and demand for more. അതല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോണ്ട് പിന്നെയും ആവർത്തിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. He chose to believe and his faith was honored. അവൻ വിശ്വസിക്കാനായിട്ട് തീരുമാനിച്ചു. God places that same choice before each of us today. നമ്മളുടെ ഓരോരുത്തരുടെയും മുൻപാകെ ഇതേ കാര്യമാണ് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവവും വയ്ക്കുന്നത്. He does not want us to be people who clap for Jesus. He wants us to be those who commit to him. കർത്താവിന് വേണ്ടി കൈയടിക്കുന്നവരായിട്ടല്ല, അവനിൽ ആശ്രയിക്കുന്നവരാണ്, അവനെ വിശ്വസിക്കുന്നവരാകാനായിട്ടാണ് കർത്താവ് നമ്മെ Don't be satisfied by just getting close to him, being associated with him, but be changed by him. അവനോട് ഏറ്റവും അടുത്ത് ചെന്നാനും അവനോട് അസോസിയേറ്റ് ചെയ്യാനുമായിട്ടല്ല, അവനിൽ ആശ്രയിക്കാനും അവനെ വിശ്വസിക്കാനുമായിട്ടാണ് നാം. We want blessings without surrender. സമർപ്പണം കൂടാതെ അനുഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. We want life without repentance. അനുതാപം കൂടാതെ ജീവൻ വേണമെന്ന് മോഹിക്കുന്നവരാണ്. We want miracles without the Messiah. മശിഹായെ കൂടാതെ അത്ഭുതങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. That is not faith, that is not belief. അത് വിശ്വാസമല്ല, അതല്ല വിശ്വാസം. That is the third group, believing without believing. അത് വിശ്വാസം കൂടാതെ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞ മൂന്നാം ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. The door is open, the invitation is still there. വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ വരുവീൻ എന്നുള്ള ആഹ്വാനം, സ്വാഗതം ഇപ്പോഴും നിലനിൽക്കുകയാണ്. The welcome is always unchanging. വരുവീൻ എന്നുള്ള അവന്റെ ആ ആഹ്വാനം
ആ ക്ഷണം ഇന്ന് നിലനിൽക്കുന്നു. The work has been finished. There is nothing for you to do. തന്റെ വേലയൊക്കെയും താൻ തികച്ചു. ഇനി നിങ്ങളായിട്ടൊന്നും ചെയ്യാനായിട്ട് മിച്ചമില്ല. Just come to him and believe in him. Put your faith in him. അവന്റെ അടുക്കിലേക്ക് വരിക, അവനിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിശ്വാസം അവനിൽ അർപ്പിക്കുക. Faith is so simple, it's hard to explain without complicating it so. വിശ്വാസം എന്നുള്ളത് വളരെ ലളിതമാണ്. സങ്കീർണമാക്കാതെ അതിനെ വിശദമാക്കുവാൻ പ്രയാസമാണ്. Come to him. He is still waiting with arms open wide. He has given you everything that is needed to believe. Just come to him and make your choice for him. അവന്റെ അടുക്കിലേക്ക് വരിക, അവനെ തിരഞ്ഞെടുക്കുക, അവനിൽ നിങ്ങൾ വിശ്വസിക്കുക. May the Lord ദൈവം തന്റെ അനുഗ്രഹം തന്റെ വചനത്തിന്മേൽ ചൊരിയുമാറാകട്ടെ.